നമ്മളെല്ലാവരും നമ്മുടെ ലൈഫൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് നല്ല ഡിസിപ്ലിനായിട്ട് അങ്ങനെ ഒരു സ്ട്രക്ചേർഡൊക്കെ ആയിട്ട് നല്ല രീതിക്ക് പോകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നതാണ് നമ്മളെല്ലാവരും അല്ലേ. ഈ ജപ്പാൻകാരുണ്ടല്ലോ ചെറുതിലേ മുതൽ കുട്ടികളെ വരെ ശീലിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് അവരുടെ ഒരു റൂൾ എന്ന് പറയാം, അല്ലെങ്കിൽ അവരുടെ ഒരു വിശ്വാസം എന്ന് പറയാം, മൈൻഡ് സെറ്റ് എന്ന് പറയാം, എന്ത് വേണമെങ്കിലും പറയാം കേട്ടോ. അത് നമ്മൾ ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറയില്ലേ, അത് നമ്മൾ ചില കാര്യങ്ങളുണ്ട് നമ്മൾ ചെറുതിലേ മുതൽ ശീലിച്ചത് ചിലപ്പോൾ വലുതായി കഴിയുമ്പോൾ നമുക്ക് മാറ്റണമെന്ന് വിചാരിച്ചാൽ പോലും നമ്മൾക്ക് മാറ്റാൻ പറ്റാതെ നമ്മുടെ കൂടെ കൂടിയിട്ടുള്ള ചില ശീലങ്ങളുണ്ട്. അതെന്തുകൊണ്ടാണ്? നമ്മൾ മേ ബി ജനിച്ച നാൾ മുതൽ നമ്മൾ അതിങ്ങനെ ചെയ്ത് 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 അത് നമ്മുടെ ജീവിതത്തിൻ്റെ കൂടെ അറ്റാച്ച്ഡ് ആയിട്ട് വന്നു. അപ്പം ഈ 5 കാര്യങ്ങൾ അതുപോലെ തന്നെയാണ് കുഞ്ഞുങ്ങളെ മുതൽ അവർ ശീലിപ്പിക്കുന്ന ഒരു സംഗതികളാണ് കേട്ടോ അത്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റൻറ്റു സാമ. അതായത് നമ്മളെപ്പോഴും ഈ പണ്ട് ഞാനൊക്കെ ചെറുതായിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും കുരുത്തക്കേട് കാണിക്കുമ്പം, പിന്നെ പ്രാർത്ഥനയുടെ സമയത്ത് ഹലമ്പ് കാണിച്ചിരിക്കുമ്പം പൊതുവേ പറയുന്നത്, അത് എൻ്റെ അടുത്ത് മാത്രമല്ല നമ്മളിപ്പോഴും കുഞ്ഞുങ്ങളോട് പറയുന്ന ഒരു സംഭവമാണ്, അയ്യോ അങ്ങനെയൊന്നും ചെയ്യല്ലേ, നേരാവണ്ണം ഇരിക്കുക, തമ്പായി മുകളിലിരുന്ന് നോക്കുന്നുണ്ടാവുമെന്ന് നമ്മൾ പറയൂലേ. സെയിം സംഭവം തന്നെ. ഇവരുടെ ഒരു വിശ്വാസപ്രകാരം അവരെന്ത് ചെയ്താലും യൂണിവേഴ്സ് അവരെ വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ട് അവരെപ്പോഴും നല്ലത് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യും. അതായത് ഇപ്പം നല്ലൊരു സംഭവം ചെയ്യുന്നത് ആരെങ്കിലും അത് കണ്ടുപിടിച്ചിട്ട് അവർക്ക് എന്തെങ്കിലും റിവാർഡ് കൊടുക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. അവരുടെ ഒരു വിശ്വാസപ്രകാരം നമ്മൾ നല്ലത് ചെയ്താലും ചീത്ത ചെയ്താലും വേറെ ആര് കാണുന്നില്ലെങ്കിലും ഈ യൂണിവേഴ്സ്, പ്രകൃതി, അതായത് നമ്മൾ വിശ്വസിക്കുന്ന ഒരു ദൈവം ഇത് കാണുന്നുണ്ട്. അപ്പം അതുകൊണ്ട് അവരതൊരു എന്താ പറയുക, ഒരു ബിലീവായിട്ട് കൊണ്ട് നടന്നിട്ട് യൂണിവേഴ്സ് ഇത് വാച്ച് ചെയ്യുന്നത് കൊണ്ട് നല്ല രീതിക്ക് മറ്റുള്ളവർക്ക് നന്മയൊക്കെ ചെയ്തിട്ട് നല്ല രീതിക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നു. നമ്മളും ഏറെക്കുറെ അങ്ങനെ തന്നെയാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് ഇതുപോലെ. എന്തെങ്കിലും ഒരു സംഭവം നമ്മളിപ്പം ചെറുതിലേ മുതൽ ഇന്ന കാര്യം തെറ്റാണ് കേട്ടോ, നമ്മളിങ്ങനെ ശീലിച്ച് 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 വരുമ്പോൾ ഉണ്ടല്ലോ, വലുതാവുമ്പോൾ പോലും നമുക്കത് ബ്രേക്ക് ചെയ്യാൻ ചിലപ്പോൾ പറ്റില്ല. നമ്മുടെ മനസ്സിൽ ചിലപ്പോൾ അത് ചെയ്യണമെന്നുണ്ടാവും. പക്ഷേ നമുക്കിങ്ങനെ ഒരു തോട്ട്, അയ്യോ വേണ്ട, അത് ചെയ്ത് കഴിഞ്ഞാൽ അത് തെറ്റാണ്. അങ്ങനെ പല പല ശീലങ്ങളും ഇല്ലേ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ടോക്കും, അക്യുമുലേറ്റിംഗ്. അതായത് നമ്മളുടെ എല്ലാ മതഗ്രന്ഥങ്ങളിലും ഒക്കെ പറയുന്ന ഒരു തോട്ടാണ്, നമ്മൾ മറ്റൊരാൾക്ക് സഹായം ചെയ്യും. അതായത് വലത് കൈ കൊണ്ട് നമ്മൾ കൊടുക്കുമ്പം ഇടത് കൈ പോലും അറിയാത്ത വിധത്തിൽ നമ്മൾ ചെയ്യണമെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ആ സെയിം ഒരു തോട്ട് തന്നെയാണ്. അതായത് ഇവരുടെ വിശ്വാസപ്രകാരം ഉണ്ടല്ലോ, ഇവർ മറ്റൊരു വ്യക്തിക്ക് ആരും അറിയാതെ ഒരു സഹായം ചെയ്തു കഴിഞ്ഞാൽ അവരവരുടെ ജീവിതത്തിൽ ടോക്കു അവർ സ്വരുക്കൂട്ടി വെക്കണമെന്നാണ് അർത്ഥം. ഈ ടോക്കു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു വിശ്വാസം, അവർ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം സന്തോഷമായിട്ടും സമാധാനമായിട്ടും ഇരിക്കാൻ വേണ്ടിയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ടോക്കു എന്നാണ് അവരുടെ വിശ്വാസം. അപ്പോൾ അവരെപ്പോഴും അവരുടെ ലൈഫിൽ ഇങ്ങനെ മറ്റൊരാളെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മെൻറ്റാലിറ്റി അതുകൊണ്ട് അവർക്ക് ഒരുപാടുണ്ട്. അത് ഈ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയാസിൽ കുറേ കാണാറുണ്ട്. അത് തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരാൾ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ റീലും വീഡിയോസൊക്കെ ആക്കിയിട്ട് ഇടുന്നവരുണ്ട്. അത് മേ ബി മറ്റൊരാളെ ഇങ്ങനെ ഒരു മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം, വാട്ട് എവർ, അത് അവരുടെ ഇഷ്ടം. പക്ഷെ ഇവരുടെ വിശ്വാസപ്രകാരം നമ്മളൊരാൾക്ക് സഹായം ചെയ്തു കഴിഞ്ഞാൽ അതിങ്ങനെ കൊട്ടിഘോഷിച്ച് മറ്റൊരാളോട് പറയാതെ ചെയ്യുക. ആരും അറിയാതെ നമ്മൾ മറ്റൊരാൾക്ക് ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ജീവിതകാലം മൊത്തം സന്തോഷമായിട്ടും സമാധാനമായിട്ടും ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ടോഫു അവർ ഏൺ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് അവരുടെ വിശ്വാസം. അപ്പോൾ വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയാതിരിക്കട്ടെ. തേർഡ് എന്ന് പറയുന്നത് സഗൂറ. അത് നമ്മളുടെ ഒരു മൈൻഡ് സെറ്റാണ്. ഇവരുടെ ജാപ്പനീസ് ചെറി ബ്ലോസം എല്ലാവർക്കും അറിയണ്ടാവില്ല. ഇപ്പോൾ കൊച്ചിയിലൊക്കെ അത് വളർന്നിട്ട് അതിൻ്റെ ഭംഗിയായിട്ട് കുറേ റീലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ക്രീമിനൊക്കെ ഭയങ്കര മണമുണ്ടോ, നിങ്ങൾ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു ജാപ്പനീസ് ചെറി ബ്ലോസം എന്ന് പറഞ്ഞാൽ കാണാൻ നല്ല അടിപൊളിയല്ലേ. വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളവർക്ക് അറിയുന്നുണ്ടാവും, നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ടാവും. പക്ഷേ എത്രയൊക്കെ നല്ല ഭംഗിയായിട്ട് അവരിങ്ങനെ വിടർന്ന് നിൽക്കുന്നുണ്ടെങ്കിലും അവർക്ക് കുറച്ച് നാളേ ഇല്ലേ അവർക്ക് ലൈഫ് സ്പാൻ ഉള്ളൂ. കുറച്ച് കഴിയുമ്പോഴത്തേക്കും അതൊക്കെ വാടിയിട്ട് കൊഴിഞ്ഞ് വീണു പോകും. അത്രയേ ഉള്ളൂ. അതായത് ഇവരുടെ ഒരു വിശ്വാസമല്ല, അതങ്ങനെയാണ്. നമ്മുടെ ലൈഫിൽ സന്തോഷമാണെങ്കിലും സങ്കടമാണെന്നുണ്ടെങ്കിലും വിജയമാണെന്നുണ്ടെങ്കിലും തോൽവിയാണെന്നുണ്ടെങ്കിലും എല്ലാം എന്താ പറയുക, ഇങ്ങനെയാണ്. കുറേ നേരം നീണ്ടു നിൽക്കുന്നതൊന്നായിരിക്കില്ല. അപ്പം നമുക്ക് പെട്ടെന്നൊരു സങ്കടം വന്നു, എപ്പോഴും നമ്മുടെ ലൈഫിൽ സങ്കടമായിരിക്കില്ല. അത്രയേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് അവർ പ്രസൻറ്റ് മൊമെൻറ്റ് എന്താണോ അതിലാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. അത് അവർ മാക്സിമം എൻജോയ് ചെയ്യുന്നു. സങ്കടമാണ് വരണേന്നുണ്ടെങ്കിൽ ഓക്കെ ഫൈൻ, ഇത് ഒരുപാട് കാലം നീണ്ടു നിൽക്കില്ല. സന്തോഷമാണെങ്കിലും അവർ ആ ഒരു മൊമെൻറ്റ് നല്ല രീതിക്ക് എൻജോയ് ചെയ്യുന്നു. പ്രസൻറ്റ് മൊമെൻറ്റ് എൻജോയ് ചെയ്യാം. ഫോർത്ത് നക്കേമ. ഇതും നമ്മുടെ സക്കൂറ പോലെ തന്നെയാണ്. അതായത് നമ്മൾ പണ്ട് കഴിഞ്ഞിട്ടുള്ള സംഭവത്തിനെ പറ്റിയിട്ട് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞു പോയതോർത്ത് ടെൻഷൻ അടിച്ച് സങ്കടപ്പെട്ടിരുന്നിട്ട് കാര്യമില്ല. ഇനി വരാൻ പോകുന്ന കാര്യത്തെ പറ്റി ആലോചിച്ചും ടെൻഷൻ അടിച്ചും വ്യാകുലപ്പെട്ടിരുന്നിട്ടും കാര്യമില്ല. ഇപ്പം നമ്മുടെ ലൈഫ് എന്താണോ അത് എൻജോയ് ചെയ്യുക. ലിവിങ് ഇൻ ദ പ്രസൻറ്റ്. അത്രയേ ഉള്ളൂ നക്കേമ. ഫിഫ്ത്ത് എന്ന് പറയുന്നത് ഷോസിൻ.
അതായത് എപ്പോഴും ഒരു ബിഗിനർ മൈൻഡ് ഉണ്ടായിരിക്കുക. അതായത് ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ചെറുതിലേ മുതൽ ഡാൻസ് ഒക്കെ പഠിച്ച് ആൾ അതിൻ്റെ ഉള്ളിൽ അവരുടെ അരങ്ങേറ്റം കഴിഞ്ഞു, പിന്നെ PhD അങ്ങനത്തെ എന്ത് സംഭവമൊക്കെ എടുത്ത് എല്ലാം സെറ്റായിട്ടുണ്ട്. ഇപ്പം കറൻ്റ്ലി ആൾ മറ്റു കുട്ടികൾക്ക് ഡാൻസ് പഠിപ്പിച്ചു കൊടുക്കുകയാണെന്ന് വിചാരിക്കാം. എന്നിരുന്നാൽ പോലും ആ വ്യക്തി ഓരോ ദിവസവും പുതിയതായിട്ടുള്ള ഓരോ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. അത് കാരണം നമ്മൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സാധനത്തിനെ പറ്റി പഠിക്കാൻ തുടങ്ങാനുണ്ടല്ലോ, നമ്മുടെ മരണം വരെ നമ്മൾക്കതിൽ പഠിച്ചുകൊണ്ടിരിക്കാനുള്ള സംഗതികളായിരിക്കും അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കുക. കാരണം പ്രത്യേകിച്ചും ഇന്നത്തെ ടെക്നോളജി വരുന്നത് അങ്ങനെയാണ്. ഓരോരോ ഡേ ബൈ ഡേ പുതിയ പുതിയ കാര്യങ്ങളാണ് ഓരോ മേഖലയിലും ഇങ്ങനെ അപ്ഡേറ്റ് ആയി വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാ ദിവസവും നമുക്ക് പഠിക്കാനുണ്ടാവും. അപ്പോൾ എപ്പോഴും അതായത് എനിക്കെല്ലാം അറിയാം എന്നുള്ളൊരു ഭാവം അവർക്കില്ല. അതായത് എനിക്ക് പുതിയതായിട്ട് എന്താ പഠിക്കാനുള്ളത്, എനിക്ക് കുറച്ചും കൂടി ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടിയിട്ട് എന്താ പഠിക്കാനുള്ളത് എന്നൊരു മൈൻഡ് സെറ്റ് അവരുടെ ഉള്ളിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്കെല്ലാം അറിയാം ഞാനെന്നൊരു ഭാവം അവർക്കില്ല. ഇത് അവർക്കില്ല എന്ന് പറയുമ്പോൾ നമ്മളത്ര മോശക്കാരാണെന്നൊന്നുമില്ല കേട്ടോ ഞാൻ പറയുന്നത്. ഇതുപോലെ തന്നെ ലൈഫിൽ ഫോളോ ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ചുറ്റിലൊക്കെ ഉണ്ട്. പിന്നെ നല്ല രസമല്ലേ ഇതൊക്കെ നിങ്ങൾ കേട്ട് കഴിഞ്ഞപ്പം നമ്മൾ കുറച്ചും കൂടെയൊക്കെ നല്ല മനുഷ്യന്മാരായിരിക്കും നമ്മളെ കൺവേർട്ട് ചെയ്യാൻ പോലും ഈ തോട്ട്സിനൊക്കെ ഭയങ്കര ഇതാണ്. കാരണം എന്താ പറയുക, നമ്മൾ ഒരു യൂണിവേഴ്സ് നമ്മൾ കാണുന്നുണ്ട് എന്നുള്ളൊരു തോട്ട് നമ്മുടെ മനസ്സിൽ ചെറുതിലേ മുതലുണ്ടെങ്കിൽ നമ്മൾ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഓക്കെ, നമ്മളത് ആരെങ്കിലും കാണുന്നുണ്ടല്ലോ എന്നുള്ളൊരു തോട്ട് വിചാരിച്ചിട്ടാണെങ്കിൽ പോലും നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നു, മറ്റുള്ളവരെ സഹായിക്കുന്നു. അതുപോലെ തന്നെ ഭാവിയെക്കുറിച്ച് എന്താ പറയുക ടെൻഷൻ അടിച്ചിരിക്കുന്നില്ല. കഴിഞ്ഞു പോയിട്ടുള്ള കാര്യത്തെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കുന്നില്ല. പ്രസൻറ്റ് മൂമെൻറ്റ് നമ്മൾ എൻജോയ് ചെയ്യുന്നു. അതേപോലെ തന്നെ എപ്പോഴെപ്പോഴും പഠിക്കാനായിട്ടുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടായിരിക്കുന്നു. ഇതൊക്കെ സൂപ്പറല്ലേ? അപ്പോൾ ടോപ്പിക്ക് അത്രയേ ഉള്ളൂ, 5 ഉള്ളൂ. കുറച്ചും കൂടെ വിചലമ്പി സംസാരിക്കാൻ നോക്കിയിട്ട് എനിക്ക് പറ്റണില്ല, ഇത്ര മിനിറ്റിൽ അങ്ങോട്ട് ഒതുക്കി. പിന്നെ കഴിഞ്ഞ വീഡിയോയുടെ ഇല്ലേ താഴെ നമ്മുടെ ദാസൻ ചേട്ടൻ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ദാസൻ ചേട്ടൻ ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കും, അതെനിക്ക് ഉറപ്പാണ്. നമ്മൾ എൻ്റെ വീഡിയോസ് കണ്ട് ജപ്പാനിൽ പോകണമെന്ന് അതിയായിട്ടുള്ള ആഗ്രഹം ഉണ്ടെന്ന്. സത്യം പറഞ്ഞാൽ എനിക്കും അതിയായിട്ടുള്ള ആഗ്രഹം ഉണ്ട് കേട്ടോ. എപ്പോഴെങ്കിലും ദൈവം സഹായിച്ച് നടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പോയില്ലെങ്കിൽ മോശമായി പോകില്ലേ? കാരണം എൻ്റെ വീഡിയോസ് എടുത്ത് നോക്കിക്കഴിഞ്ഞ് അതിൽ പകുതിയിലധികം ഞാൻ ജപ്പാൻകാരെ പറ്റിയിട്ടാണ് സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഞാനിവിടെ പോയില്ലെങ്കിൽ അത് മോശമല്ലേ? സോ പോവുമായിരിക്കും എന്നെങ്കിലും. പിന്നെ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ല, അത് ഷോർട്സിലാണ്, ഓർക്കുന്നില്ല. തേങ്ങയ്ക്കൊക്കെ ഇപ്പോൾ നല്ല വിലയായിട്ട്, തേങ്ങയ്ക്ക് മാത്രമല്ല ഈ ഒരു പ്രശ്നം വന്നേ പിന്നെ അവർ എല്ലാ ഐറ്റംസിനും നല്ല രീതിക്ക് റേറ്റ് കൂട്ടിയിട്ടുണ്ട്. പക്ഷേ ചമ്മന്തി കഴിക്കാൻ തോന്നിയിട്ട് ദോശയ്ക്കില്ലേ നമ്മൾ ഒരു ബോക്സ് തേങ്ങ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാത്തിനും നല്ല പൈസയാണ് കേട്ടോ. ഇപ്പോൾ നാട്ടിലാണെങ്കിലും ഗ്യാസ് ഇല്ല, അങ്ങനത്തെ എല്ലാ പ്രശ്നങ്ങളും അല്ലേ. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറി എല്ലാം ബാക്ക് ടു നോർമൽ ആവാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. കാരണം ഒരുപാട് പേർക്ക് ഇതുമൂലം പല പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്യേണ്ടി വരണുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം വേഗം ശരിയാവട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ എല്ലാവരും ഈ നേരത്തെ ഞാൻ പറഞ്ഞ 5 കാര്യങ്ങളൊക്കെ ലൈഫിൽ ഇൻക്ലൂഡ് ആക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.